മച്ചാന്മാരെ, ഇന്ന് നമുക്ക് വേസ്റ്റായ ബിയർ കുപ്പിയോ അല്ലെങ്കിൽ ബ്രാൻഡി കുപ്പിയോ വെച്ചെങ്ങാനും ഒരു ഗ്ലാസ് ഉണ്ടാക്കാം. കുപ്പി ഗ്ലാസ് അത്യാവശ്യം ചായയൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അടിപൊളി ബ്രാൻഡി കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പം പണ്ട് ഇവിടെ കിടക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം, കിണർ വെള്ളമാണ്. ഇത് ടിന്നറാണ്. പക്ഷെ ടിന്നർ ഒരു പരാജയമാകാൻ സാധ്യതയുണ്ട്. സാധാരണ മണ്ണെണ്ണയോ ഡീസലുമാണ് നല്ലത്. നനഞ്ഞു നിന്ന് കത്തും. ടിന്നർ പെട്ടെന്ന് കത്തി അത് വേസ്റ്റായി പോകും. ഈ കുപ്പിയുടെ ചെളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്ലേഡ് വേണം, പിന്നെ വെള്ളം വേണം, കുപ്പി ഇതുപോലെ ഇത്രയും നിറച്ച് വെക്കുക. നമുക്ക് ആ ഗ്ലാസ് എന്ത് ഹൈറ്റ് വേണമെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഈ ടിന്നറിൽ മുക്കണം. ഒരു വള്ളിയോ തുണിയോ വേസ്റ്റ്, ബനിയൻ വേസ്റ്റാണ് ഏറ്റവും നല്ലത്. അതൊന്നും കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ഒരു വള്ളി വെച്ച്, നൈലോണിൻ്റെയാണ്, അത് വെച്ചൊന്ന് കെട്ടിയിട്ടുണ്ട്. കറക്റ്റ് റൗണ്ടിൽ ആ വെള്ളത്തിൻ്റെ ലെവലിൽ നിൽക്കണം. ഇനി പരാജയമെന്ന് തോന്നിക്കാൻ ചാൻസുള്ള ടിന്നർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം കുറച്ച് നേരം അത് നിന്ന് കത്തണേ. കത്തെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ടിന്നറൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തു. നമുക്കിനി അടുത്ത ഫയറിലേക്ക് കിടക്കാം. തീ കറക്റ്റായിട്ട് റൗണ്ടിൽ ഒരുപോലെ കത്തണം. ഇതൊക്കെ കത്തുന്നുണ്ട്. പോരാ, കത്തിച്ചാൽ പോരാ. ആ നൈലോണായിട്ട് കണ്ടോ പയ്യെ അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. മച്ചാന്മാരെ, പണിപാളി. കറക്റ്റ് റൗണ്ടിൽ കിട്ടിയില്ല. മുകളിൽ വെച്ച് പൊട്ടിപ്പോന്നിരിക്കുകയാണ്. അതങ്ങനെ പാളിപ്പോയി. ഇനി നമുക്കൊരു ബിയർ കുപ്പി എടുത്തൊന്ന് നോക്കാം. മുറ്റമൊക്കെ ഒന്ന് ചെത്തിക്കുക കേട്ടോ. പഴയ വീടാണ്, തറവാടാണ്, താമസിക്കുന്നതല്ല. അപ്പോൾ അത് പരാജയപ്പെട്ടു. കണ്ടോ, ബിയർ കുപ്പി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ. അയ്യോ, അതും പരാജയമാണ് മച്ചാന്മാരെ. അയ്യോ, പണി പാളി.